മറ്റുള്ളവർ എന്ന ഗണത്തിൽ ഒരു സീറ്റിൽ ലീഡുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. നിലവിലെ കണക്കനുസരിച്ച് 14-13-1 കോഴിക്കോട് CPM-ന്റെ ഈറ്റില്ലം, LDF-ന്റെ ഏറ്റവും സംഘടനാ സംവിധാനമുള്ള പ്രദേശങ്ങളിലൊന്ന്, ജില്ലകളിലൊന്ന്. അവിടെ ജില്ലാ പഞ്ചായത്തിൽ 14ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. LDF ലീഡ് 13ഇടത്താണ്. ശരി, പാലക്കാടേക്ക് പോകാം. പാലക്കാട് NDA മുനിസിപ്പാലിറ്റി നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ 24 ഇടങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. UDF 17 ഇടത്തുണ്ട്, LDF 8 ഇടത്തുണ്ട്. പാലക്കാട് ചെർപ്പുളശ്ശേരി, ചിറ്റൂര്, മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ UDF ആണ്. ഒറ്റപ്പാലത്ത് ഷൊർണൂരുമാണ് LDF-നുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഗോകുൽ VS വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഗോകുൽ, പാലക്കാട്ടെ പൊതുചിത്രം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ നഗരസഭയുടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റിൻ്റെ എണ്ണം കുറയുകയാണ്. 25ലേക്കാണ് BJPയുടെ സീറ്റ് എത്തി നിൽക്കുന്നത്. UDF 18ഉം NDA 25ഉം LDF 9ഉം അതോടൊപ്പം തന്നെ UDF വിമതൻ 1 എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ അതായത് UDF വിമതനെ മറ്റ് കക്ഷികൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരു ഭരണമാറ്റം എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി അപ്പോഴും BJP ആണ്. NDA 25 സീറ്റിലാണ് എത്തി നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 21 ഡിവിഷനുകളിൽ LDF ലീഡുണ്ട്, 10 ഡിവിഷനുകളിൽ UDF ലീഡുണ്ട്. UDF അവിടെ താരതമ്യേന കുറവാണ് എങ്കിൽ കൂടി അവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ തവണ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മാത്രമേ അവിടെ UDF വിജയിച്ചിരുന്നുള്ളൂ. അവിടെ നിന്നാണ് 10ലേക്ക് ഈ രീതിയിലേക്കുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഒറ്റപ്പാലം നഗരസഭ LDF നിലനിർത്തുന്നുണ്ട്. പട്ടാമ്പി നഗരസഭ ഭരണം UDF തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണാനുണ്ട്. അവിടെ UDF 17, LDF 6, NDA 1 എന്നുള്ള നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ശക്തമായ ഒരു മത്സരം തന്നെയാണ് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. അത് 2 ഗ്രാമപഞ്ചായത്തുകൾ BJPക്ക് ഭരണം പിടിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊന്നും തന്നെ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ശരി, ഗോകുലാണ് പാലക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്.